പത്തനംതിട്ട തിരുവല്ലയിലെ വിഭാഗീയതയിൽ കടുത്ത നടപടിയുമായി CPIM വരുന്നു. ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റി ഏരിയ കമ്മിറ്റി അംഗം ജെനോ മാത്യുവിന് താൽക്കാലിക ചുമതലയും കൊടുത്തു. അനുകൂലമായ തിരുവല്ല നോർത്ത് ലോക്കൽ സമ്മേളനം ഈ മാസം 9-ാം തീയതി നടത്തും. തിരുവല്ല നോർത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി പ്രവർത്തന റിപ്പോർട്ടിൽ വിഭാഗീയത സംബന്ധിച്ച രൂക്ഷ പരാമർശങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്ന് പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിച്ച ഉടനെ തന്നെ സമ്മേളനം അലങ്കോലപ്പെടുകയായിരുന്നു. തിരുവല്ല ഏരിയ സമ്മേളനം ഈ മാസം 11-ന് നടക്കാനിരിക്കെ ടൗൺ നോർത്ത് സമ്മേളനം നടത്താനാവാത്തത് നേതൃത്വത്തിന് മുൻപിൽ വെല്ലുവിളിയായതോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് പത്തനംതിട്ടയിലെത്തിയത്. കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ലോക്കൽ സെക്രട്ടറിയായിരുന്ന KK കൊച്ചുമോനെ സ്ഥാനത്ത് നിന്ന് നീക്കി. ഏരിയ കമ്മിറ്റി അംഗം ജെനോ മാത്യുവിന് പകരം ചുമതല നൽകാനും തീരുമാനം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഏരിയ നോർത്ത് ലോക്കൽ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനാ കാര്യങ്ങളാണ് ഞങ്ങൾ പരിശോധിച്ചത്. ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ടേക്ക് പോകുക. അതേസമയം തിരുവല്ലയിൽ വിഭാഗീയതയില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറ്റുന്നുണ്ട്, അതെല്ലാം പരിഹരിക്കാൻ തീരുമാനിച്ചു. തിരുവല്ലയിലെ വിഭാഗീയത അവിടെ നടപടിയൊന്നും ഇപ്പോൾ എടുക്കാൻ ആലോചിച്ചിട്ടില്ലല്ലോ. അവിടെ വിഭാഗീയതയൊന്നുമില്ല. സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്ത മുൻ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണിക്ക് വീണ്ടും താക്കീത് നൽകി. ഈ മാസം 9-ന് ചേരുന്ന സമ്മേളനത്തിൽ ജെനോ മാത്യുവിനെ തന്നെ സെക്രട്ടറിയാക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.